നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പച്ചമുട്ട ചേർത്ത മയോണൈസ് ഉണ്ടാക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് തമിഴ്നാട്. ഏപ്രിൽ 8 മുതലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം 1 വർഷത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പച്ചമുട്ട, വെജിറ്റബിൾ ഓയിൽ, വിനാഗിരി എന്നിവ ഉപയോഗിച്ചാണ് സാധാരണയായി മയോണൈസ് ഉണ്ടാക്കുന്നത്. എന്നാൽ സാൽമോണല്ല ബാക്ടീരിയ ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ള ഈ രീതി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുമെന്നാണ് തമിഴ്നാട് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത്. റെസ്റ്റോറന്റുകളിൽ പച്ചമുട്ട ഉപയോഗിച്ച് മയോണൈസ് തയ്യാറാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. മണിക്കൂറുകൾ മാത്രം ഉപയോഗയോഗ്യമായ മയോണൈസ് കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ അടിഞ്ഞുകൂടാൻ സാധ്യതയേറെയാണ്. സാൽമോണല്ല ടൈഫിമുറിയം, സാൽമോണല്ല എന്ററിറ്റിഡിസ്, എസ്ചെറീഷ്യ കോളി, ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് എന്നീ സൂക്ഷ്മാണുക്കളാണ് കാലാവധി കഴിഞ്ഞ മയോണൈസിലെ അക്രമകാരികൾ. മയോണൈസിൽ പച്ചമുട്ട ഉപയോഗിക്കുന്നത് 2023 മുതൽ തന്നെ കേരളം നിരോധിച്ചിരുന്നു. മുട്ട ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് പാസ്ചറൈസ് ചെയ്ത മുട്ട ഉപയോഗിച്ച് മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസ് പുറത്തെ താപനിലയിൽ 2 മണിക്കൂറിലധികം വെക്കാൻ പാടില്ല. ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്ന മയോണൈസ് 4 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കുകയും വേണം.